നമുക്കെല്ലാവർക്കും അറിയാം ദൈവമാണ് സർവശക്തനെന്ന്. അദ്ദേഹമാണ് ലോകത്തെ സൃഷ്ടിച്ചത്. എപ്പോഴും നമ്മോടൊത്തുണ്ട്. ഞാൻ ദൈവത്തെ കാണുന്നില്ല, പിന്നെങ്ങനെ ദൈവത്തെ വിളിക്കും? പ്രാർത്ഥനയിലൂടെ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം, മാതാപിതാക്കളോടും കൂട്ടുകാരോടും സംസാരിക്കുന്നത് പോലെ. നമുക്ക് അദ്ദേഹത്തെ കാണാനാവില്ല, പക്ഷെ അദ്ദേഹം നമ്മെ കാണുന്നു, കേൾക്കുന്നു. ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കണം. ആപത്തുകളിൽ നമുക്ക് ദൈവത്തെ വിളിക്കാം. അതേസമയം സന്തോഷിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുകയും വേണം. പിന്നെ നമ്മൾ തെറ്റു ചെയ്താൽ ക്ഷമ ചോദിക്കുകയും വേണം. ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ദൈവം എന്റെ കൂടെ ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവും. അവനെ വിശ്വസിച്ചാൽ അവൻ നമ്മോടൊപ്പം ഉണ്ടാവും, ഈ കഥയിലെ ആൺകുട്ടിയെ പോലെ. ദൈവത്തോടൊത്തുണ്ടാവുക. ഒരു ഗ്രാമത്തിൽ ഒരാൺകുട്ടി തന്റെ അമ്മയോടൊത്ത് ജീവിച്ചിരുന്നു. അവൻ വളരെ ഭക്തനും സത്യസന്ധനുമായിരുന്നു. മകനെ, സൂക്ഷിക്കണം. കാട് കടന്നു പോയാലേ അടുത്ത ഗ്രാമത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനാവൂ. വളരെ ജാഗ്രതയോടെ ഇരിക്കണം മകനെ. അമ്മേ, കാട്ടിലെ മൃഗങ്ങൾ എനിക്ക് പേടിയാണ്. ഞാൻ എങ്ങനെയാ കാട് കടന്നു പോവുക? ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവം എപ്പോഴും സഹായത്തിന് നമ്മോടൊത്തുണ്ടാവും. അവൻ ആരെയും ഒരിക്കലും കൈവിടുകയില്ല. ശരി അമ്മേ, ഞാൻ പ്രാർത്ഥിക്കാം. എന്നാൽ ഞാൻ പുറപ്പെടട്ടെ അമ്മേ. പോയിട്ട് വരട്ടെ അമ്മേ, ബൈ. അങ്ങനെ അവൻ യാത്ര പുറപ്പെട്ടു. എന്നിട്ട് കാട്ടിനകത്തേക്ക് കടന്നു. എന്റെ ദൈവമേ, എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ. ഈ കാട് കടക്കാനുള്ള ധൈര്യം എനിക്ക് തരണേ. ദൈവമേ, എന്നെ രക്ഷിക്കണേ. അവൻ വേഗത്തിൽ നടക്കുന്നതിനിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ നിന്നു. ഓ, എന്താണ് ആ ശബ്ദം? കടുവയുടെ ഗർജനം. എന്റെ കഥ കഴിഞ്ഞു. ഞാൻ ഓടി രക്ഷപ്പെടട്ടെ. അവൻ ഓടാൻ ആരംഭിച്ചു. കടുവ അവനെ പിന്തുടർന്നു. അവന്റെ മുന്നിൽ ഒരു പുഴ കാണാനിടയായി. അവൻ പുഴ കടക്കാൻ തുടങ്ങുകയായിരുന്നു. ദൈവമേ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ എനിക്ക് തിരിച്ചു പോവാനും പറ്റില്ല. കടുവ എന്നെ ഓടിക്കുന്നു. മുതൽ എന്റെ മുമ്പിലുമുണ്ട്. രണ്ട് ഭാഗത്തും എനിക്ക് ആപത്താണല്ലോ. അവനെ വിരട്ടിക്കൊണ്ടിരുന്ന കടുവ അവന്റെ മേൽ ചാടി. പക്ഷേ അതിനുന്നം തെറ്റി. എന്നിട്ട് പുഴയിൽ മുതലയുടെ മുകളിലേക്ക് വീണു. മുതല ഉടനെ കടുവയുടെ മുകളിലേക്ക് ചാടി. രക്ഷപ്പെടാനായി കടുവ കഴിയുന്നത്ര ശ്രമിച്ചു. പക്ഷേ മുതല കടുവയെ പുഴയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. എന്റെ ദൈവമേ, നീ എന്നെ രക്ഷിച്ചു. നീ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. നന്ദി ദൈവമേ, വളരെ നന്ദിയുണ്ട്. ആ ബാലൻ സന്തോഷത്തോടെ യാത്ര തുടർന്നു. നന്ദി ദൈവമേ, വളരെയേറെ നന്ദി. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. പയസ്. ദൈവത്തോടുള്ള ഭയഭക്തി കാണിക്കുക. ചാന്റിംഗ്. മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കൽ. പൗൺസ്. ആക്രമിക്കാനായി ചാടി വീഴുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ടോട്ടോ, ഇതുപോലെ ആസ്വദിക്കാത്ത ഏതെങ്കിലും ദിവസം നിനക്കുണ്ടോ? എന്താ ഇത്? ഞാൻ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സും തീർച്ചയായും ആസ്വദിച്ചിരിക്കും. വാസ്തവമാണ്. പക്ഷെ ഇപ്പോൾ ഗുഡ് ബൈ പറയാനുള്ള സമയമായി. അത് ഞങ്ങൾക്ക്. നിങ്ങൾ ഞങ്ങളുടെ മറ്റു കഥകളൊക്കെ കണ്ടു രസിക്കുക. ബൈ. ബൈ.